AI ഭരിക്കുന്ന ഈ ഒരു കാലത്ത് നമുക്ക് എങ്ങനെ ഒരു സസ്റ്റൈനബിൾ കരിയർ ബിൽഡ് ചെയ്യാം? ബിസിനസ് ഡിമാൻഡ് പ്ലസ് റയർ സ്കിൽസ് ഈക്വൽസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. നമ്മുടെ ജോലികളിൽ AI ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഡിമാൻഡ്. മാർക്കറ്റ് നിങ്ങൾക്ക് പണം തരുന്നത് നിങ്ങളുടെ ഡിഗ്രി കണ്ടിട്ടല്ല. കമ്പ്യൂട്ടർ ലോകത്തെ ഗോഡ് ഫാദേഴ്സിൽ ഒരാളായ ഡേവിഡ് പീറ്റേഴ്സൺ ഈയിടെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? 2026 ടോപ്പ് AI മോഡലുകൾ 85% മനുഷ്യരെക്കാളും സ്മാർട്ട് ആകുമെന്നാണ്. ഈ ഒരു ട്വീറ്റിന് എലൺ മസ്ക് റിപ്ലൈ ആയി കൊടുത്തത് റഫ്ലി കറക്റ്റ് എന്നാണ്, അതായത് ഏകദേശം ശരിയെന്ന്. ഇത് കേട്ട് പേടിക്കാൻ വരട്ടെ. 2025 ഇന്ത്യയിലെ ഗ്രാജുവേറ്റ്സിന്റെ എംപ്ലോയബിലിറ്റി നിരക്ക് ഗണ്യമായി കുറഞ്ഞതായി കണക്കുകൾ കാണിക്കുന്നു. ഇതിനുള്ളൊരു പ്രധാന റീസൺ AI ഡ്രിവൻ സ്കിൽസിന്റെ ഗ്യാപ്പാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, AI ഭരിക്കുന്ന ഈ ഒരു കാലത്ത് നമുക്ക് എങ്ങനെ ഒരു സസ്റ്റൈനബിൾ കരിയർ ബിൽഡ് ചെയ്യാം? ഇതൊരു വലിയ ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരമാണ് 3 സ്റ്റെപ്സ് ആയിട്ടുള്ള റോഡ് മാപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്പർ 1, നിങ്ങളൊരു അടിസ്ഥാന സത്യം മനസ്സിലാക്കണം. മാർക്കറ്റ് നിങ്ങൾക്ക് പണം തരുന്നത് നിങ്ങളുടെ ഡിഗ്രി കണ്ടിട്ടല്ല. ബിസിനസ്സുകൾക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു നോക്കിയിട്ടാണ് മാർക്കറ്റ് നിങ്ങൾക്ക് പണം തരുന്നത്. നിങ്ങൾ ബിസിനസിന്റെ പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല റിവാർഡ് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം. 2015 കാലഘട്ടം, ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ വന്ന സമയം. ആ ഒരു സമയത്ത് എല്ലാവർക്കും ആപ്പും വെബ്സൈറ്റും വേണം. അന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനായിരുന്നു ഡിമാൻഡ്. ഫ്രഷേഴ്സായി വരുന്ന ആളുകൾക്ക് പോലും കമ്പനികൾ ജോലി കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ഫ്രഷേഴ്സിന് പോലും വലിയ വലിയ കമ്പനികൾ ജോലി കിട്ടിയിരുന്നു. കാരണം അന്ന് സ്കിൽഡ് കോഡേഴ്സ് വളരെ കുറവാണ്. അതിനുശേഷം 2020 കാലഘട്ടം, എല്ലാവരുടെ പ്രൊഡക്ട്സ് ഉണ്ട്, അത് ആളുകളിലേക്ക് എത്തിക്കണം. അപ്പോഴാണ് ക്രിയേറ്റർ എക്കോണമി ബൂം വരുന്നത്. ആ സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ അറിയുന്ന ആളുകൾ അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കി. ഇപ്പോൾ 2025 കളി മാറുന്നത് AI-യിലേക്കാണ്. പഴയ ജോലികൾ AI ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ജോലികളിൽ AI ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഡിമാൻഡ്. ഈ മൂന്നിലുമുള്ള പാറ്റേൺ ഇതാണ്: ബിസിനസ് ഡിമാൻഡ് പ്ലസ് റയർ സ്കിൽസ് ഈക്വൽസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് വെറുതെ വർക്ക് ചെയ്യാതെ നിങ്ങൾ കമ്പനിക്ക് റവന്യൂ ഉണ്ടായി കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് വാല്യൂ ക്രിയേഷൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏത് തരം കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്? എല്ലാവർക്കും താല്പര്യം വലിയ MNCകൾ വർക്ക് ചെയ്യാനാണ്. അവിടെ സേഫാണ്, നല്ല ശമ്പളം കിട്ടും. പക്ഷെ ഒരു കാര്യം, ആ MNCയിൽ നമ്മളൊരു ചെറിയ കണ്ണി മാത്രമാണ്. നമുക്ക് വെൽത്ത് ക്രിയേഷൻ നടക്കില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൃഷ്ണ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. വർഷം തോറും ഒരു ഹൈക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവന്റെ ഗ്രോത്ത് അവിടെ സ്റ്റാഗ്നന്റ് ആണ്. ഇനി കിരൺ ഒരു ഇയർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പിൽ റിസ്ക് എടുത്ത് ജോയിൻ ചെയ്യുന്നു. ശമ്പളം കുറവാണെങ്കിലും സ്റ്റോക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഈ സ്റ്റാർട്ടപ്പ് വിജയിക്കുന്നു. സ്വിഗ്ഗിയിലെയും ഫ്ലിപ്കാർട്ടിലെയും എംപ്ലോയീസിന് സംഭവിച്ചതുപോലെ സ്റ്റോക്ക് ഓപ്ഷൻസ് വഴി കിരൺ കോടീശ്വരനാകുന്നു. രണ്ടാമത്തെ സിനാരിയോ, ഈ സ്റ്റാർട്ടപ്പ് പരാജയപ്പെടുന്നു. കൃഷ്ണക്ക് പണം കിട്ടില്ലായിരിക്കാം. ആ ചെറിയ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് 10 വർഷം വലിയ കമ്പനിയിൽ ജോലി ചെയ്താലും കിട്ടില്ല. മീഷോ, റാസോർപേ പോലുള്ള കമ്പനികളിലെ ഇന്നത്തെ ലീഡേഴ്സ് എല്ലാം ഇതുപോലെ ചെറിയ റിസ്കുകൾ എടുത്ത് ഉയർന്നു വന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ എടുക്കുന്ന റിസ്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പണം തന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവ് തന്നേക്കാം. രണ്ടും നിങ്ങൾക്ക് ലാഭം തന്നെയാണ്. മൂന്നാമത്തെയും അവസാനത്തെയും കാര്യം, നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എത്ര കാലം നിങ്ങൾ നിൽക്കുന്നു എന്നതാണ്. ഇതൊരു SIP ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. നല്ലൊരു അവസരം കിട്ടിയാൽ അവിടെ നിങ്ങൾ കുറച്ചു കാലം ഉറച്ചു നിൽക്കണം. ഇന്നത്തെ കാലത്ത് ജോബ് മാറി നടക്കുക എന്നതൊരു ട്രെൻഡാണ്. 20-30% വരെ ഹൈക്ക് കിട്ടുമെന്ന് കണ്ട് നമ്മൾ ചാടും. പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് വാല്യൂ കൂടുന്നത്. ഗൂഗിളിലെ എഞ്ചിനീയേഴ്സ് കാണാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചെറിയ സ്റ്റാർട്ടപ്പിൽ കാണാൻ പറ്റും. എന്ന് കരുതി എല്ലായിടത്തും കണ്ണും പൂട്ടി നിൽക്കരുത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. 1, ഫൗണ്ടേഴ്സ് അവർ കഴിവുള്ളവരാണോ? 2, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കമ്പനിക്ക് വാല്യൂ കൂട്ടുന്നുണ്ടോ? 3, നിങ്ങൾ അവിടെ നിന്ന് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ? ഈ 3 കാര്യങ്ങളും യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തുടരാം. നിങ്ങൾക്കൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് തന്നെ ഉണ്ടാവും. ഇവ 3ഉം ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. സോ ഫ്രണ്ട്സ്, കാര്യങ്ങൾ സിമ്പിൾ ആണ്. AI വന്നതുകൊണ്ട് ജോലികൾ പോവുകയല്ല, മാറുകയാണ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 1, AI യൂസ് ചെയ്ത് ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഠിക്കുക. 2, റിസ്ക് എടുത്ത് വളരുന്ന കമ്പനികളുടെ ഭാഗമാവുക. 3, നല്ലൊരു അവസരം കിട്ടിയാൽ അവിടെ നിന്നും ഡീപ്പ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ഒന്നുകൂടി സീരിയസ് ആയി ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്തു എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ AI നിങ്ങളുടെ ജോലിയെ ബാധിക്കുമോ എന്ന് കമന്റ് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.